ഹലോ വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ഓഫ് ഹംന. അപ്പം ഞങ്ങൾ ഇന്ന് കൊച്ചി എയർപോർട്ടിലാണുള്ളത്. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ലക്ഷദ്വീപ് പോവാണ്. കൊച്ചിയിൽ നിന്ന് അഗത്തിയിലോട്ട് ജസ്റ്റ് 1.5 മണിക്കൂറുള്ളൂ ഫ്ലൈറ്റ്. കൊച്ചിയിൽ നിന്ന് 10 മണിക്കായിരുന്നു നമുക്ക് ഫ്ലൈറ്റ്. അങ്ങനെ ഒരു 11:15 ആയപ്പോൾ തന്നെ നമ്മൾ ലാൻഡ് ചെയ്തു. ആ ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് പുറത്തോട്ട് നോക്കുമ്പോൾ ആ ഒരു വ്യൂ, അതൊരു അടിപൊളി വ്യൂ തന്നെയായിരുന്നു കേട്ടോ. നമുക്കൊരു ഐലൻഡ് മൊത്തമായിട്ട് കാണാൻ പറ്റും. ഇതാണ് അഗത്തി എയർപോർട്ട്. ചെറിയ എയർപോർട്ടാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നടക്കാനൊന്നുമില്ല. ഞങ്ങൾ പാക്കേജ് എടുത്തിട്ടാണ് ലക്ഷദ്വീപ് വന്നത്. അപ്പോൾ പാക്കേജിൻ്റെ ടീം നമ്മളെ പിക്ക് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. അവർ നമ്മളെ പിക്ക് ചെയ്തു. നമ്മളിനി നേരെ നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്തേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്ത് എത്തി. നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഞങ്ങൾ സ്കൈപ്പി ഹോളിഡേയ്സ് എന്ന് പറഞ്ഞ പാക്കേജ് ആയിരുന്നു എടുത്തത്. ഇവരുടെ അടുത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ബഡ്ജറ്റ്, സ്റ്റാൻഡേർഡ്, പ്ലാറ്റിനം, പ്രീമിയം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. ഓരോ പാക്കേജിനനുസരിച്ചിട്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂമിൽ ഡിഫറൻസ് വരും, അത്രയേ ഉള്ളൂ. നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബഡ്ജറ്റായിരുന്നു. ഇതാണ് നമ്മുടെ റൂം. നമ്മളങ്ങനെ റെഡിയായി. ഈവനിങ് ഒരു 5:30 ഒക്കെ ആയിട്ടുണ്ട്. ഇനി പുറത്ത് സൈറ്റ് സീയിങ്ങിന് പോവാണ്. നമുക്കിവിടെ കറങ്ങാനൊരു ബൈക്കോ സൈക്കിളോ എന്തെങ്കിലും റെൻറ്റിന് എടുത്തു കഴിഞ്ഞാൽ നമുക്കങ്ങനെ സ്വയം കറങ്ങാൻ പോകാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഗൈഡ് അവർ നമ്മുടെ കൂടെ ഉണ്ട്. അവരെ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് വന്നിട്ടുള്ളത് അഗത്തിയിലുള്ള ഗോൾഡൻ ജൂബിലി മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വിസിറ്റേഴ്സായിട്ട് ആര് വന്നു കഴിഞ്ഞാലും ഇവരിത് കാണിച്ചു കൊടുക്കും. ഇവിടെ എത്രത്തോളം ഐലൻഡുകളുണ്ട് ലക്ഷദ്വീപിൽ, അതിൻ്റെ ഓരോ ഹിസ്റ്ററി, അതേപോലെ പണ്ടത്തെ ആൾക്കാർ ഉപയോഗിച്ചിട്ടുള്ള ഓരോ സാധനങ്ങൾ, പാത്രങ്ങൾ, അതൊക്കെ നമുക്കിവിടെ ഇങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ അവിടുന്ന് പിന്നെ അടുത്ത ലൊക്കേഷനിലോട്ട് പോയി. നല്ല ഭംഗിയാണ് കേട്ടോ കടൽ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ലക്ഷദ്വീപിൻ്റെ ഓരോ വീഡിയോസിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ബ്ലൂ കളർ വാട്ടർ നല്ല ബ്യൂട്ടിഫുൾ ആണെന്നുള്ളത്. പക്ഷെ നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭയങ്കര ഭംഗിയാണ്. അത് കണ്ടാൽ തന്നെ നമുക്ക് ആ ഒരു ഇത് മനസ്സിലാവുള്ളൂ. അവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസ് എല്ലാം എടുത്തു. ഇനി അടുത്ത ലൊക്കേഷനിലോട്ട് പോവാണ്. ഇതാണ് അന്താൻ ബീച്ച്. ഇവിടെ നമുക്ക് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്പോട്ടുണ്ട്. അങ്ങനെ അവിടെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. അങ്ങനെ അടുത്ത ലൊക്കേഷനിലോട്ട് വന്നു. ഇവിടെ എത്തിയപ്പോൾ പിന്നെ സൺസെറ്റായി, നൈറ്റായി. ഇവിടെയാണ് ബോട്ട്, ഷിപ്പുകൾ എല്ലാം വരുന്ന സ്ഥലം. അങ്ങനെ പിന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഗൈഡ് അവരെല്ലാം പറഞ്ഞു തന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഡേ. ലക്ഷദ്വീപിലെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.